താരസംഘടനയിൽ നിന്ന് വേറിട്ട ശബ്ദമുയർന്നത് അഭിനന്ദനാർഹമാണെന്ന് തിലകന്റെ മകൾ സോണിയ തിലകൻ. ഉന്നതരായ താരങ്ങളുടെ മൗനം തന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല. ബംഗാളി നടി ആരോപണം ഉന്നയിച്ച സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഹേമ റിപ്പോർട്ടിൽ പരാമർശമുണ്ടോ എന്നറിയില്ലെന്നും സോണിയ തിലകൻ 24നോട് പറഞ്ഞു. ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്തിനെതിരെയും ഇത്തരത്തിലൊരു ബംഗാളി നടി ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെ പലർക്കെതിരെയും കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ സംവിധായകന്മാരായി സർക്കാരിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് പോലും, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ്, അത്തരത്തിലുള്ള ആളുകൾക്ക് എതിരെ പോലും ഇത്തരത്തിലൊരു ആരോപണം ഉയരുന്നുണ്ട്. അതുകൊണ്ടാണോ സർക്കാർ ഇത്തരത്തിലൊരു ഇത് പിടിച്ചു വെക്കുന്നത്, അല്ലെങ്കിൽ അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു പ്രശ്നം, അതായത് പുറത്തു വിടാത്തതിൽ അവർ വലിയ കടുംപിടുത്തം പിടിക്കുന്നത് അതുകൊണ്ടായിരിക്കുമോ? അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് ആധികാരികമായിട്ട് അറിയില്ല. എന്തു തന്നെയായാലും എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. എന്തായാലും നമ്മുടെ ഹൈക്കോടതി ഒരു തീരുമാനം എടുത്തിട്ട് ഇതിലേക്കൊരു നടപടിക്ക് ഒരുങ്ങുകയാണല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം. പിന്നെ എനിക്ക് ജനറൽ സെക്രട്ടറി എന്നെ അഭിനന്ദിക്കുന്ന കണ്ടു. അപ്പോൾ ഇതുപോലെ ഞാൻ ഉൾപ്പെട്ട ജനങ്ങൾക്ക് എന്നാണ് അദ്ദേഹത്തെ ഒന്ന് അഭിനന്ദിക്കാൻ സാധിക്കുക, സ്വന്തം സഹപ്രവർത്തകർക്ക് ഒരു നീതി നേടിക്കൊടുത്തുകൊണ്ട് എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് താരസംഘടന ഇത്തരത്തിലൊരു സമ്മേളനം വിളിച്ച സമയത്ത് ഈ ഉന്നതരായ താരങ്ങളൊന്നും പങ്കെടുത്തിരുന്നില്ല. ഈ കമ്മിറ്റി ഭാരവാഹികൾ മാത്രമാണ്. അപ്പോൾ അവർ കൂടി ഇതിൽ സംസാരിക്കേണ്ടതല്ലേ എന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പം അമ്മയിൽ അതിൻ്റെ മറ്റ് ഭാരവാഹികൾ എന്നൊക്കെ പറഞ്ഞ ഉന്നതരായ താരങ്ങളാണ്. പക്ഷേ ഈ പറയുന്ന പോലെ വൈസ് പ്രസിഡൻ്റ് ആയാലും ഈ പറയുന്ന പോലെ അതേപോലെ തന്നെ ജഗദീഷിനെ പോലുള്ള താരങ്ങളൊക്കെയും ഭിന്നസ്വരം ഉൾപ്പെടുത്തുന്ന സമയത്ത് തന്നെയാണ് ഈ ഉന്നതരായ താരങ്ങളുടെ ഒരു മൗനം. അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, ഉന്നതരായ താരങ്ങളുടെ മൗനം എന്നെ സംബന്ധിച്ചോളം ഒരു അത്ഭുതവും ഇല്ല. എൻ്റെ അച്ഛനെ പുറത്താക്കുന്ന ആ മീറ്റിങ്ങിൻ്റെ സമയത്തും ഉന്നതർക്കൊക്കെ മൗനമായിരുന്നു. മൗനം മാത്രമല്ല, വോയിസ് റെസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ വരുമ്പം സാധാരണ ഒഴിഞ്ഞു മാറുന്നത് അവരുടെ ഒരു രീതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ അവർ വീണ്ടും ജനങ്ങളെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുമായിരിക്കും. ഇവരുടെയൊക്കെ ഉള്ളിലൊരു കുറ്റബോധം എന്തായാലും ഉണ്ടാകും, പുറത്ത് വന്ന് ഇങ്ങനെ പറയുന്നെങ്കിലും. എനിവേ, ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇങ്ങനെയുള്ള പരാമർശങ്ങളുള്ളപ്പം അതിനെതിരെ ഒരു അന്വേഷണമെങ്കിലും പ്രഖ്യാപിക്കാൻ പറയാനുള്ള ധാർമ്മികത ഈ പറഞ്ഞ ജനറൽ സെക്രട്ടറിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അത് പറഞ്ഞില്ല. എന്തായാലും ശ്രീ ജഗദീഷിൻ്റെ ഭാഗത്തു നിന്ന് അത് ഉണ്ടായതിൽ വളരെ സന്തോഷമുണ്ട്.